ഹലോ! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഹാക്കുകളായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ദേ ഇതുപോലുള്ള പേപ്പർ ബാഗുകൾ ഇഷ്ടംപോലെ കാണുമല്ലേ. ആദ്യമൊക്കെ പ്ലാസ്റ്റിക് കവറിൽ തരുന്നത് ഇപ്പോൾ എല്ലാവരും തുണികൾ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പേപ്പർ ബാഗാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാരും കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ആദ്യം ഞാനൊരു പേപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ മുകളിലെ ആ ഒരു വശം ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് താഴേക്കായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നിങ്ങൾ കളയണ്ട, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ കട്ട് ചെയ്ത ഭാഗം, അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു അളവിന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി ഒന്നുകൂടി മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് നല്ലോണം വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചുളുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ആ വരയ്ക്കുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ഒരു സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് വരച്ചാലും മതി. ഇത് 2 പ്രാവശ്യം നിങ്ങൾ മടക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വക്ക് കീറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവണ മടക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ആ ലൈൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയായിരിക്കും കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ചതൽ പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലങ്ങളോളം അവിടെ തന്നെ വെക്കാതെ ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച പീസ് ഇവിടെ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഒരു സ്റ്റാപ്ലെയർ കൊണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിലും അലമാരയിൽ ഇതിലേക്ക് തുണി വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ടും. എല്ലാം ഒരേ കളേഴ്സാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പല കളേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ടാവും. ഓരോ പേപ്പർ ബാഗുകളും നമ്മളെല്ലാം ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തുണികളൊക്കെ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. മടക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ റോൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചുളിവുകൾ കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അലമാരി വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണാനും അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നാകുമ്പോൾ നമുക്ക് ഒരെണ്ണം വലിക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ഇങ്ങനെ താഴേക്ക് വരും. ഇതാകുമ്പോൾ കറക്റ്റായി കാണുകയും ചെയ്യും, ഏതാ വേണ്ടത് കറക്റ്റായി എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനും എല്ലാത്തിനും ഈസിയാണ് കേട്ടോ. ഒരു ബാഗാണ് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് മാത്രം എടുത്ത് മടക്കി ഒന്നുകൂടി വെച്ചാൽ മതി. മറ്റേതാകുമ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം വീണ്ടും മടക്കി വയ്ക്കാനായിട്ട്. ഈ ഒരു ഹുഡി ബനിയനില്ലേ, അത് എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് എത്ര മടക്കി വെച്ചാലും വലിപ്പം നല്ലോണം കട്ടിക്കിരിക്കും. ഇത് 1 2 ഉണ്ടെങ്കിൽ തന്നെ അലമാരിൻ്റെ ഒരു ഭാഗം ഫുള്ളാവും അല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ മടക്കി നോക്കിയിട്ടാ എത്ര താഴെ ഇട്ടാലും അത് അങ്ങോട്ട് അഴിഞ്ഞും വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി.
ഡ്രസ്സും ദേ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിലിപ്പോൾ ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ട്ടോ. എല്ലാം പുറത്തേക്ക് കാണുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പേപ്പർ ബാഗ് വയ്ക്കുന്നതിന് മുന്നേ അലമാരിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേ ഇതുപോലുള്ള പേപ്പർ ബാഗുകളൊക്കെ ഇനി കളയാതെ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മടക്കിയിട്ട് വെക്കാൻ പറ്റും ട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ട്ടോ. രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഷോളുകൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ. അതുപോലെ തന്നെ സാരി ആയാലും എല്ലാം ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എത്ര മടക്കി വെച്ചാലും ഇത് അഴിഞ്ഞു വരില്ലേ. അതുപോലെ തന്നെ ഇത് മടക്കി വെച്ചതിൻ്റെ മുകളിലായിട്ട് വേറെ കോട്ടൻ്റെയോ എന്തെങ്കിലുമൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് വീണുകൊണ്ടേയിരിക്കും. ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ തുണി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആകെ വൃത്തികേടായിരിക്കും. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ ഷോളും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്തായാലും ഇങ്ങനെയുള്ള റബ്ബർ ബാൻഡുകൾ ഇഷ്ടംപോലെ കിട്ടും. ഈ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടിയിട്ടും അതിൻ്റെ കവറുകളൊക്കെ കൂടുതലും കറിക്ക് ഇങ്ങനെയാണല്ലോ കിട്ടിത്തരിക. അപ്പോൾ ഈ റബ്ബർ ബാൻഡുകൾ ആരും കളയരുത് കേട്ടോ. ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഈ ഷോളുകൾ ഇങ്ങനെ റോൾ ചെയ്തത് കെട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ അഴിഞ്ഞും വരില്ല. അത് കറക്റ്റായി ഇരുന്നോളും ട്ടോ. ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എന്തായാലും ഇത് വിട്ട് വരില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു പേപ്പർ ബാഗില്ലേ, ആ ഒരു പേപ്പർ ബാഗിൽ ഇതെല്ലാം കൂടി നിറച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്തായിട്ട് ഇരുന്നോളും. എല്ലാ തുണിൻ്റെയും ഇടയിൽ കൊണ്ട് വെക്കാതിരുന്നാൽ മതി ട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീട്ടിൽ മക്കളുടെ പെൻസിലും പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഓരോ ജോഡിയായിട്ട് കെട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കില്ല ട്ടോ. എല്ലാവരെയും ഷെൽഫിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻസിലും ഓരോ പെന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക കേട്ടോ. അതുപോലെ ഇതുപോലെ എന്താണ് ഡാർക്ക് ഫാൻറ്റസിയും ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ബോക്സുകൾ കിട്ടില്ലേ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റബ്ബർ ബാൻഡിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തലയിൽ വെക്കുന്ന ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, ക്ലിപ്പുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് റബ്ബർ കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലിട്ട് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ടിപ്പ് ദേ ഈ ഒരു പുഷ് ഹൂക്കാണ് കേട്ടോ. അതായത് എയർ ബുഷ് എന്നോ അതിന് എന്തൊക്കെയോ പേര് പറയണ്ട. ഇത് എന്തായാലും ചെറിയ വില വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സാധനത്തിന് 3 രൂപയും അതിനൊരു 10ഓ 12ഓ അത്രേ വരുന്നുള്ളൂ കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് നമ്മൾ ടൈലിൽ മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ. അതായത് പ്ലൈവുഡ് അങ്ങനത്തേലൊക്കെ നിൽക്കും, ചുമരിൽ നിൽക്കില്ല കേട്ടോ. ഇത് എയർ കയറിയിട്ടാണല്ലോ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്ടോ അങ്ങനെ നിൽക്കാത്ത ചുമരിൽ. ചുമര് എന്തായാലും നല്ല ടൈലിൻ്റെ അത്രയും മിനുസം അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ള സാധനമില്ലേ കുക്കി പോലെയുള്ളത് അത് താഴത്തേക്ക് നല്ലോണം വലിച്ച് പ്രസ് ചെയ്ത ശേഷം താഴേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടൈറ്റ് കിട്ടും. അപ്പോഴാണ് ട്ടോ അത് കറക്റ്റായി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ അത് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴിഞ്ഞു വരും ട്ടോ. ഇതുപോലെ ആക്കുക. എന്നിട്ട് താഴേക്ക് വലിച്ചിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടൈറ്റായി നിന്നോളും, അഴിഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് കിച്ചണിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ടവലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൈ തുടയ്ക്കാനൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കബോർഡിൽ ചെയ്തിരിക്കും, നിങ്ങൾ ടൈലിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനത് കാണിക്കാൻ വേണ്ടി കബോർഡിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ടൈലിൽ ഒട്ടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ വാൾ ടൈലിൽ കേട്ടോ, അതിൽ ഒട്ടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൈ തുടയ്ക്കാനും വേറെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനും കരണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെയൊക്കെ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ ദേ ഇത് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായി വിട്ട് വന്നോളും. ഇതിപ്പോൾ എൻ്റെ അലമാരിയില്ലേ, നേരത്തെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച അലമാരി, അതിൻ്റെ ഡോറിലാണ് കേട്ടോ. ഈ ഡോറിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡോറിലിപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് കാര്യങ്ങൾ, ചാവി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടും അല്ലേ. അതിന് പകരം ദേ ഇങ്ങനത്തെ ഓരോന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഇതിൽ ഒട്ടിച്ച് വെക്കുക. ഈ ഡോറാകുമ്പോൾ എപ്പോഴും കാലിയായി കിടക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ചാവി, തള്ളി വെക്കുന്ന അതൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലിങ്ങനെ തൂക്കിയിടാം കേട്ടോ.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ അടിപൊളി ഹാക്കോളായിട്ടാണ് ട്ടോ വരുന്നത്. നിങ്ങൾക്ക് നല്ല യൂസ് ആവുന്ന വീഡിയോ തന്നെയാണ് ട്ടോ അടുത്തതും. അതുകൊണ്ട് തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ട്ടോ. പിന്നെ ഈ ഒരു എയർ ബുഷില്ലേ ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും ട്ടാ. ആ ഒരെണ്ണത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എയർ പോയിട്ട് അത് വിട്ടും വരും ട്ടാ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ട്ടാ. എന്നിട്ട് ദേ ഇതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് സെൻറ്ററിലായിട്ട് 2 എണ്ണം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വലിച്ചിട്ട് 2 അറ്റത്തൊക്കെ ആയിട്ട് വലിച്ചിടുക ട്ടാ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഷോളുകളൊക്കെ അതായത് വെയിറ്റ് ഇല്ലാത്ത ഷോളുകൾ ട്ടാ. ദേ ഇതുപോലെ തീരെ വെയിറ്റ് ഇല്ലാത്ത ഷോളുകളൊക്കെ ഇതിലേക്ക് തൂക്കിയിടാം ട്ടോ. അപ്പോൾ നമുക്ക് മടക്കി വെക്കേണ്ട ഒരു പണിയില്ല, കറക്റ്റായി കാണുകയും ചെയ്യും. അപ്പോൾ ഡോറിൽ ഇതിങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം നമുക്ക് ഷെൽഫുകളിൽ കുറഞ്ഞും കിട്ടും ട്ടോ. അപ്പോൾ ദേ ഇതുപോലെ തൂക്കിയിടാം ട്ടോ. നമുക്ക് റബ്ബർ ബാൻഡ് പൊട്ടുന്ന ആ രീതിക്ക് നല്ല വെയിറ്റ് ഇടാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം ട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാൻ പറ്റും ട്ടോ ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട്. ഇനി ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ഹാക്കാണ് ട്ടോ. കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ പുഷ് ഹൂക്കില്ലേ എയർ ബുഷ്. അത് ഇതുപോലെ കിച്ചണിൽ വാൾട്ടയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഇല്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാത്രി ആകുമ്പോൾ നമുക്ക് പണിയൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടും ട്ടോ. വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് പൊയ്ക്കോളും. അതുപോലെ തന്നെ കിച്ചൺ ടവലൊക്കെ ഇതിൽ തൂക്കിയിടാം ട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരും ട്ടോ.